കുറച്ച് ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിൽക്കും. ഈ പള്ളിക്കാട്ട് തന്നെ പോയിട്ട് കിടക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. മതം മാറും, കണ്ണന് വേണ്ടി മതം മാറുന്നതിൽ ഒരു പ്രശ്നവുമില്ലെന്നാണ് ജസ്ന പറയുന്നത്. കണ്ണൻ അത്രയേറെ ഇവൾക്ക് പ്രിയപ്പെട്ടതാണെന്ന്. മറ്റു മതക്കാരെല്ലാം നരകത്തിലെ വിറക് കൊള്ളികളാണെന്ന് ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചു എന്നാണ് ഈ തെറ്റിദ്ധാരണകൾ മാത്രം സമൂഹത്തിൽ പരത്തുന്ന ഇവർ പറയുന്നത്. ഞങ്ങളെല്ലാം മദ്രസയിൽ പഠിച്ചവർ തന്നെ. അങ്ങനെ ഒരിക്കലും ഞങ്ങൾ പഠിച്ചിട്ടില്ല. എല്ലാവരും ഞങ്ങളുടെ സഹോദരന്മാരാണെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാർ പറഞ്ഞു നൽകിയത്. അത് തന്നെയാണ് ഞങ്ങളുടെ ഹബീബായ നബി തങ്ങളുടെ മാതൃകയും. മറ്റു മതക്കാർക്ക് അവരുടെ പ്രാർത്ഥന നടത്താൻ വേണ്ടി തൻ്റെ പള്ളിയിൽ സൗകര്യം നൽകിയ ഹബീബായ തങ്ങളിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് ചികഞ്ഞു നടക്കുന്നവരുടെ കൂടെ കൂടി ഇവിടെ വർഗീയ കലാപങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി നൽകലല്ലേ നിന്റെ പണി. മറ്റൊരു കാര്യം കേട്ടോ, പള്ളി കമ്മിറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നെ എൻ്റെ വീടിൻ്റെ പിറകിൽ അടക്കിയാൽ മതിയെന്ന്. സക്കറാത്ത് സിംഹം നിന്നെ പിടിക്കാനായി ഓടുന്ന സമയം അത്തരമൊരു സന്ദർഭം നിനക്ക് വന്നെത്തുമെന്നുള്ള കാര്യത്തിൽ നിനക്ക് ഒരു ധാരണയുമില്ലേ? ജീവിതത്തിൽ എനിക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കിത്തന്ന കണ്ണനു വേണ്ടി മതം മാറാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞ ജസ്ന സലീം ഭൂമിയിൽ ജനിക്കുന്ന മുമ്പ് ആരുടെ അടുത്താണ് അപേക്ഷ നൽകിയത്? അത്തരത്തിൽ ഇസ്ലാമായി നീ ഇവിടെ ജനിച്ചത് മാനിച്ചോ, ഇലാഹിൽ ധ്യാനിച്ചോ നീ. എന്നിട്ട് സ്വന്തം മതം ചട്ടക്കൂട്ടിനുള്ളിലുള്ളതാണെന്നും തനിക്ക് തോന്നിയ പോലെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടെന്നും നിരന്തരം പറയുന്ന നീ എങ്ങനെയാണ് മുസ്ലിമാകുന്നത്? തീർച്ചയായും നീ മുസ്ലിമല്ല. ഞാൻ മതം മാറണേ ഞാൻ മതം മാറുകയും ചെയ്യുന്നത് എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാ കണ്ണ്. കാരണം ഒന്നുമില്ലാത്ത എന്നെ ഇത്രത്തോളമാക്കി എന്നെ എന്താ പറയുക, വെറും ഒരു മജീദിൻ്റെ മകളായിട്ടും വെറും ഒരു സലീമിൻ്റെ ഭാര്യയായിട്ടും പുറം ലോകം അറിയപ്പെടുന്നതിന് പകരം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോൾ എനിക്ക് ആ കണ്ണനോട് അത്രമേൽ സ്നേഹവും ബഹുമാനമുണ്ട്. കണ്ണന് വേണ്ടിയിട്ട് മതം മാറണേ ഞാൻ മാറുകയും ചെയ്യും. അതൊരു മടിയില്ല. എന്ത് മടി ഉണ്ടാവാനാ? ഇത്രയും കാലം കണ്ണനെ സ്നേഹിക്കാൻ പറ്റിയ കണ്ണന് വേണ്ടിയിട്ട് മതം മാറുന്നതിന് എന്താ? അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, പിന്നെ എനിക്ക് മതം മാറിക്കൂടെ, എന്തിന് തട്ടട്ടാ ചോദിക്കും. നീ എന്തിന് തട്ടട്ടില്ല ചോദിക്കുക, എനിക്കൊന്ന് തട്ടട്ടൂടെ? എല്ലാം വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഇവരാരും അറിയില്ല എന്ന് തോന്നി. ഇവരിപ്പോഴും കുറച്ച് ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ്. ഒരുത്തനെ കഴിഞ്ഞ ദിവസം എന്നെ ഭീഷണിപ്പെടുത്തിക്കുന്ന ഈ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട്. പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കട്ടെ, ഈ പള്ളിക്കാട്ട് തന്നെ പോയിട്ട് കിടക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ല, പള്ളിക്കാട്ടിലും 6 അടി മണ്ണാണുള്ളത്, ഇവിടെയും 6 അടി മണ്ണാണുള്ളത്, മണ്ണ് തന്നെയല്ലേ ഉള്ളത്. ഇവിടെ ബേക്കിൽ ഞാൻ എന്നെ കബറടക്കിക്കോളൂ. അല്ലാതെ ഇപ്പം എന്താക്കാനാ? ഇവർ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ പുറത്താക്കിക്കോളി. നിങ്ങൾക്ക് അതാണ് സന്തോഷമെങ്കിൽ ഇവരൊക്കെ എന്താ തെറ്റ് കാണുന്നതെന്ന് പറയണം. ഒരു മറ്റൊരു ദൈവത്തെ ഇവരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര മതേതരത്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരെന്തിന് ഈ കൃഷ്ണ വരയ്ക്കുന്നതിന് ഇവർ കുറ്റം പറയണം? മതേതരത്തെ ഇവർ മനസ്സിലുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ മദ്രസയിൽ പഠിപ്പിച്ചൊരു സംഭവം, ഈ നരകത്തിലെ തീക്കൊള്ളികളാണ് ഹിന്ദു മതസ്ഥരെന്ന് അന്യമതസ്ഥരെന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് ഞാനൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തന്നെ എടുത്ത് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് അടക്കി ഇനി ഹിന്ദു മതസ്ഥർ നരകത്തിലെ തീക്കൊള്ളിയാണെന്ന് പറയുന്നത്? ഇതേ ഇവർ തന്നെയാണ് ഹിന്ദു മതസ്ഥരെ കുറ്റം പറയുകയും ചെയ്യുന്നത്.